Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ കാറ്റഗറി ഡിവൈസ് ആണ്. എന്നാൽ അഫോർഡബിൾ കാറ്റഗറി ആണെങ്കിൽ പോലും നല്ല അടിപൊളി ഹാർഡ്വെയറും സ്പെക്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഐടെലിൻ്റെ പുതിയ പവർ സീരീസ് അല്ലെങ്കിൽ പി സീരീസ് എന്ന് പറയുന്ന ഡിവൈസ് സീരീസിലെ 3 ഡിവൈസസ് ആണ് ലോഞ്ച് ചെയ്ത് P55+, P55T അതേപോലെ P55. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് P55+ ആണ്. ഇതാണ് ഇതിൻ്റെ ഈ പവർ സീരീസിലെ ഏറ്റവും മികച്ച ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ഇതിൻ്റെ വില 9999 രൂപയാണ്. അപ്പോൾ ആ വിലയ്ക്ക് എന്തൊക്കെയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്? അതിനൊപ്പം തന്നെ ഇതിനകത്ത് ബോക്സ് തന്നെ കാണാം 45 വാട്ട് പവർ ചാർജിൻ്റെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനുമാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐടെലിൻ്റെ പവർ സീരീസിലെ P55+ എന്ന് പറഞ്ഞ ഡിവൈസാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പവർ സീരീസിലെ P55+ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മൾ എഴുതിയാണ് ഐടെൽ P55+, 45 വാട്ട് പവർ ചാർജ്. അതാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അത്രയും ഫാസ്റ്റ് ചാർജിങ് വരാറില്ല. അതേപോലെ തന്നെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ, പിന്നെ 16 GB റാം, 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതിൽ 16 GB 8 GB വെർച്വൽ റാം ആണ്. പുറകിലും ബാക്കിയുള്ള സ്പെക്സ് ഒക്കെ വളരെ ക്യൂക്കായിട്ട് ഇതിൻ്റെ HD+ 90 Hz പഞ്ച് ഹോൾ ക്യാമറയാണ്. അതേപോലെ തന്നെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 45 വാട്ട് പവർ ചാർജ്, 5000 mAh ബാറ്ററിയാണ്. യൂണിസോക്കിൻ്റെ T606 ഒക്ടകോ പ്രോസസ്സറാണ്. അതേപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്: മീറ്റിയോർ പേർപ്പിൾ, റോയൽ ഗ്രീൻ, മീറ്റിയോർ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 വേരിയൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയതാണ്. പവർ പാക്ഡ്, അതായത് പവർ P സീരീസ് ആണ്, പവർ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ P55+ ഒന്ന് തുറക്കാം. നമുക്ക് തുറക്കുമ്പോൾ തന്നെ മുകളിൽ ബോക്സിൽ സ്റ്റിക്കറാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു വാറണ്ടി കാർഡ്, യൂസർ മാനുവലാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു കേസാണ്, നല്ലൊരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്റ്റൈലിഷ് TPU കേസാണ്. അതിനൊപ്പം തന്നെ ഇതാണ് അവരെ ചാർജർ, 45 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ അങ്ങനെ ഒട്ടുമിക്ക ഫോൺസിലൊന്നും വരാത്ത ഒരു കാര്യമാണ് 45 വാട്ട് അഡാപ്റ്റർ. 9999 രൂപയാണ് ഇതിൻ്റെ വില. അതിനകത്ത് USB Type A to Type C ചാർജറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഐടെൽ P55+ എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്ക് പാനൽ ഉണ്ടല്ലോ, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ബാക്ക് പാനലാട്ടോ. ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഇതുണ്ട്. ഒരു ലെതർ ഫിനിഷാണ് ആക്ച്വലി. ഇത് പ്രോപ്പർ ലെതർ ഫിനിഷാണ്, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. 2 ക്യാമറ സെറ്റപ്പ് കാണാം, 50+ ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു LED ഫ്ലാഷ് കാണാം. ഇവിടെ ഒരു പാറ്റേൺ കണ്ടോ, പവർ സീരീസിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡ്യുവൽ കളറാണ്, ലൈറ്റ് ഗ്രീനും ഇവിടെ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, സ്ലിമ്മാണ്, വളരെ സ്ലിം ചാസിയാണ്. അതിനൊപ്പം തന്നെ സിം ട്രേ കാണാം. ഇവിടെ 3.5 മെമ്മറി ജാക്ക് ഉണ്ട്, USB Type C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ നമുക്ക് വോളിയം റോക്കർ കീസാണ് വരുന്നത്. ഈ ഫ്രണ്ട് പാനലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ഇതൊരു 90 Hz പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് ലെവൽ ഒന്ന് കൂട്ടിയേക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. അതുണ്ട് 90 Hz പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ബെസൽസും എനിക്കൊന്നൊരു 10,000 രൂപയുടെ ഫോണിന് വേണ്ട അത്യാവശ്യമുള്ള ബെസൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ബെസൽസാണ്. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ടാവുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. നമ്മൾ ഡിസ്പ്ലേയുടെ സെറ്റിങ്സ് ഒന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇവിടെ നമ്മൾ സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ടില്ലേ, 90 Hzലേക്ക് സ്വിച്ച് ചെയ്യുക. 90 Hz ആണ് അവൈലബിൾ മാക്സിമം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ 60 Hzലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്കൊന്നും കുഴപ്പമില്ല. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ലാഗോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യുന്നില്ല. അതേപോലെ UI എക്സ്പീരിയൻസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി, ടച്ച് റെസ്പോൺസും നല്ലതാണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഡിസൈനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് മൈ ഫോൺ എന്ന് എടുത്ത് നോക്കാം. ഐടെൽ P55+, Android 13 അവിടുത്തെ ബോക്സാണ്. യൂണിസോക്കിൻ്റെ T606 ഒക്ടകോ പ്രോസസ്സർ, 8 മെഗാപിക്സൽ ക്യാമറ, 8+ 256 ആണ് വേരിയൻ്റ് വരുന്നത്. പിന്നെ നമുക്ക് വെർച്വൽ റാമായി 8 GB റാമും കൂടെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ, പേഴ്സണലൈസേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ കണ്ടില്ല കസ്റ്റമൈസേഷൻ ഉണ്ട്, മൈ തീംസ്, ഓൺലൈൻ ഗാലറി, ഡെസ്ക്ടോപ്പ്,
അങ്ങനത്തെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ബാറ്ററി ലാബ് പോയി കഴിഞ്ഞാൽ ബാറ്ററി സെറ്റിങ്സ് ഒക്കെ കണ്ടില്ലേ, പവർ ബൂസ്റ്റ്, അൾട്രാ പവർ സേവിങ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയാൽ മെമ്മറി ഫ്യൂഷൻ, സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, ഡ്യുവൽ ആപ്പ്, ഇങ്ങനത്തെ കിഡ്സ് മോഡ്, ഡൈനാമിക് ബാർ, ഇങ്ങനത്തെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ UI എക്സ്പീരിയൻസ് നല്ലതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുത്താലും നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്. അതിൽ കംപ്ലയിൻസോ പരാതികളൊന്നും തന്നെ ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആപ്പ് ഡ്രോവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, വലിയ ബ്ലോട്ട്വെയർ സീനൊന്നുമില്ല, ചെറിയ രീതിയിൽ ബ്ലോട്ട്വെയർസ് ഉണ്ട്, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതാണ് ഐടെൽ P55 പ്ലസിൻ്റെ UI എക്സ്പീരിയൻസ്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിസോക്കറ്റ് T606 ഒക്ടോകോർ പ്രോസസ്സറാണ് പവർ ചെയ്തിരിക്കുന്നത്. 8GB റാം ഉണ്ട്, 256GB സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് വെർച്വൽ റാം ഉണ്ടാവുന്നത് തന്നെ നമുക്ക് 8+8 വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂണിസോക്കറ്റ് T606 ഒരു ബഡ്ജറ്റ് ചിപ്പാണ്, അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടും. ഞാൻ എൻ്റെ ലിമിറ്റഡ് യൂസേജിലൊക്കെ എനിക്ക് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഞാൻ UI കാണിച്ചപ്പോഴൊക്കെ കണ്ടായിരുന്നല്ലോ, നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു UI എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഒരു ഡിവൈസും കൂടിയാണ് എന്താ പറയുക ഐടെലിൻ്റെ P55 പ്ലസ്. നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് മോഡ് ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോട്ടോ മോഡ്, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, അങ്ങനത്തെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് സെൽഫി ക്യാമറ ആണെങ്കിലും നമുക്ക് ഒരു 8 MP സെൽഫി ക്യാമറയാണ്. പിന്നെ AI മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്യാമറ UI കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം ഐടെൽ P55 പ്ലസ് എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ്. ഏറെക്കുറെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. എനിക്കൊന്നും നമ്മളൊരു 9999 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിലൊക്കെ വരുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് 50 MP AI ക്യാമറ തരുന്നത്. അപ്പോൾ അതിൽ കംപ്ലയിൻസ് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 45 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചർ ഞാൻ ഡെഫിനറ്റ്ലി പറയാം. കാരണം ഒട്ടുമിക്ക ഫോൺസിൽ 18 വാട്ട് അല്ലെങ്കിൽ 30 വാട്ടൊക്കെയാണ് വരുന്നത്, 33 വാട്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ 45 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ 45 വാട്ട് ചാർജർ ബോക്സിനകത്ത് ബണ്ടിൽഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ 45 വാട്ട് ചാർജർ ഉണ്ടാവുന്നത് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. അറൗണ്ട് 72 മിനിറ്റ്സ് എന്താണ് 100% ചാർജ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു 70% അറൗണ്ട് 30 മിനിറ്റ്സിൽ ചാർജ് ആവും. പിന്നെ 25 വരെ പോകാൻ 0 to 25 വെറും 10 മിനിറ്റ് മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഡെഫിനറ്റ്ലി നല്ല ഒരു ആസ്പെക്റ്റാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതാണ് ഐടെൽ P55 പ്ലസിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷനും. നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസാണ്. 9999 രൂപയാണ് ഇതിൻ്റെ വില. അതിനൊപ്പം തന്നെ 500 രൂപ കാർഡ് ഓഫേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രൈസിങ് വരുന്നത് 9499 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് നല്ല ആസ്പെക്ട്സ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട്, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാണ്, കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും ബാറ്ററി ലൈഫും, അതേപോലെ തന്നെ 45 വാട്ട് ചാർജറും വരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു ഡീസൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐടെൽ P55 പ്ലസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.